എന്തുകൊണ്ട് വൈസ് ചാൻസലർമാർക്ക് RSS മേധാവി പങ്കെടുത്ത പ്രഭാഷണ സഭയിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരത്രക്ക് ഡീസൻ്റ് ഒന്നുമല്ല. കേരളത്തിലെ ജനത ഒന്നടങ്കം ഒരു കേരള ജനതയ്ക്ക് ഒരു പുതുയുഗത്തിന് വേണ്ടിയിട്ട് 10 വർഷത്തെ ഒരു ഇരുണ്ട കാലത്തിന് ശേഷം ആ 10 വർഷത്തെ ഇരുണ്ട കാലം അറുതി വരുത്തുവാൻ വേണ്ടിയിട്ടാണ് UDF സർക്കാരിനെ ഭരണം ഏൽപ്പിച്ചത്. സന്തോഷമായി, നിനക്കെങ്കിലും വിവരമുണ്ടല്ലോ മോനെ. അതായത് മതനിരപേക്ഷ നിലപാട് എന്നും ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് UDF. എന്ത് ചെയ്യാൻ പറ്റും? ഈ കപ്പാസിറ്റി വെച്ച് എന്ത് ചെയ്യാൻ? അല്ല, ഞങ്ങളുടെ കപ്പാസിറ്റി വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള അളവ് പോലൊന്നും അല്ല. ഞങ്ങളുടെ കപ്പാസിറ്റി വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കേരളത്തിലെ ജനത ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അനന്തൻ പേര് കണ്ടിട്ടുണ്ടാവും. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. കപ്പാസിറ്റി വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ മാന്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പറഞ്ഞു തീർക്കാം. അതായത് ഈ പറയുന്ന ഈ മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആളെന്തായാലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴാടാ നീ ഒരു നായകനായത്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന ആള് സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മഹാന്മാർ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു തീരട്ടെ. എന്റെ ഞാനൊന്ന് അനിൽ നമ്പ്യാർ, ഞാനൊരു കാര്യം പറയാം. ഇത് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഇടയ്ക്ക് കയറുന്ന സ്വഭാവം ശരിയല്ല. ഞാൻ എന്റെ ടേൺ കഴിയുമ്പോൾ താങ്കൾക്ക് സംസാരിക്കാം. താങ്കൾക്ക് ചോദ്യം ചോദിക്കാം. താങ്കൾ ചോദിക്കുന്ന ഏത് ചോദ്യം ഞാൻ ഉത്തരം നൽകാം. അല്ല, എനിക്ക് വിയോജിക്കേണ്ട സമയത്ത് ഞാൻ വിയോജിക്കും. വിയോജിക്കേണ്ട സമയത്ത് താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറുന്നുണ്ടോ? ഈ പരമനാറിയ ഞാൻ താങ്കൾക്ക് പറയാം. ഡിബേറ്റ് ആണ്, ചർച്ചയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വേർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കാര്യമൊന്നുമില്ല, വൈകാരികമായിട്ട് എനിക്ക് എന്റെ വേർഷൻ കംപ്ലീറ്റ് ചെയ്യണ്ടേ? എന്റെ കർത്താവേ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. യുവജന നേതാവാണ്. നിങ്ങൾ ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കാതെ. ആരും പറഞ്ഞു തന്നിട്ടില്ലേ? ഈ ഡിബേറ്റിൽ ഉള്ള താങ്കളുടെ പങ്കാളിത്തം എനിക്ക് പറഞ്ഞു നമുക്ക് ശബ്ദമൊന്നും ഉയർത്താതെ വിയോജിപ്പ് പറയാം. നിങ്ങൾ അഭിപ്രായം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാലോ. എന്തിനാ ഈ വികാര വിക്ഷുബ്ധത കാണിക്കും? മിസ്റ്റർ നമ്പ്യാർ, ഈ പറയുന്ന മോഹൻ ഭഗവത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തില്ല, ദണ്ഡി യാത്രയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഈ പറയുന്ന രീതിയിൽ വലിയ മഹാനൊന്നും അല്ല ഇയാള്. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഈ പറയുന്ന ആളുകളുടെ പിന്തലമുറക്കാരനായിട്ടുള്ള ആളെ പിടിച്ച് ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും കാലിബറുമുള്ള പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ് ഇന്ന് മന്ത്രിമാരായിട്ടും ഈ ഭരണസിലാ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ ഇരിക്കുന്നത്. പിന്നെയും ഹരി കാണിക്കുന്ന ഈ മറ്റടുത്ത ഡിപ്ലോമസി ഉണ്ടല്ലോ, അതാണതുമില്ല. ഞങ്ങൾക്ക് ഈ പറയുന്ന കേരളത്തിലെ ജനത, പ്രബുദ്ധരായ അരിയാഹാരം കഴിക്കുന്ന ജനത ഞങ്ങൾക്ക് വോട്ട് നൽകി ഞങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിലാണ് ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരുത്തി വെച്ചോ നോക്കി. അല്ല, ബേസിൽ നോക്കൂ, എന്താണ് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ അയോഗ്യത? ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. അയോഗ്യത അതല്ല ഡോക്ടർ മോഹൻ ഭഗവതിന്റെ അയോഗ്യത അല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വളരെ ബഹുമാനത്തോടെ അനിൽ നമ്പ്യാരിനോട് ഒരു കാര്യം പറയും. മോഹൻ ഭഗവതിന്റെ യോഗ്യതകളൊന്ന് പറയാമോ? RSS രാഷ്ട്രീയ സ്വയം സേവക സംഘിനെ കുറിച്ച് ബേസിൽ പറക്കുടിയോട് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. എന്താ നിന്റെ മനസ്സിലെന്ന് വെച്ചാൽ തുറന്നു പറ. ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് ഡോക്ടർ മോഹൻ ഭഗവത്. പിന്നെ അല്ലാതെ താങ്കൾക്ക് എന്തറിയാം? ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല RSSനെ കുറിച്ച്. കേരളത്തിന്റെ മണ്ണില്, ഇന്ത്യയുടെ മണ്ണില് വർഗീയത എന്ന് പറയുന്ന വിഷം തുപ്പുന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ തലപ്പത്തിരുന്ന ഈ പറയുന്ന തഴമ്പ് അത് കാണിക്കേണ്ടത് നമ്മൾ എല്ലാവരും കൂടി വാഴ്ത്തി പറഞ്ഞെന്ന് പറയരുത്. ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. അതങ്ങനെ പറയണം. ഇതൊക്കെ പഴയ ഈ പറയുന്ന വർഗീയ പ്രസ്ഥാനത്തിന് തലപ്പത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പറയണം. ഇതൊക്കെ പഴയ ക്യാപ്സ്യൂളാണ് ബേസിലെ. എന്ത് ക്യാപ്സ്യൂൾ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ? ചുമ്മാ ഒന്നും അറിയാതെ ആരാണ് മോഹൻ ഭഗവത് എന്ന് പോലും അറിയാതെ അല്ല ഇങ്ങനെ ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ആ സഭയിൽ പങ്കെടുത്ത നിങ്ങള് നാളെ RSS ആയനെ.
ഇപ്പൊ ഞാൻ ഇന്ന് മോഹൻ ഭഗവതിന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ ഞാൻ പോലും RSS ആയി പോകും എന്നാണ് ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് അനിൽ നമ്പ്യാർ പറഞ്ഞത്. അല്ല, അനിൽ നമ്പ്യാരെ ഞാനൊരു കാര്യം പറയാം. എന്റെ രാജ്യം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, എന്റെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് പോരാട്ടം നടത്തുമ്പോൾ ഷൂ നക്കി മാപ്പ് എഴുതി കൊടുത്ത് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തെ പറഞ്ഞു തീരട്ടെ. അനിൽ നമ്പ്യാർ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ പൊളൈറ്റ്നസ് ഞാൻ കാണിച്ചു. പണ്ട് നിങ്ങളുടെ നേതാവായിരുന്ന പണ്ടേ തീരെഴുതി സംസാരിച്ചതിന് ശേഷം എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? പക്ഷെ അത് ഭയങ്കര ഫിറ്റായി പോട്ടെ. അനിൽ നമ്പ്യാരും ഞാനും അല്ല, അനിൽ നമ്പ്യാർ എന്തിനൊരു പരിധിയുണ്ട്. ഒരാൾക്ക് തന്നിരിക്കുന്ന സമയം, താങ്കൾക്ക് എടുത്ത സമയത്തിനിടയ്ക്ക് ഞാൻ കേറിയിട്ടില്ല. പറഞ്ഞോ, എനിക്ക് തരുന്ന സമയം എത്ര മിനിറ്റാണ് ആ സമയം പറയുക, ആ സമയത്ത് ഞാൻ സംസാരിക്കാം. അവന്റെ വർത്താനം കേട്ടപ്പോൾ എന്താ ചെയ്യേണ്ടത് സാർ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ വെറുതെ വിടില്ല. മോഹൻ ഭഗവതിന്റെ പരിപാടിക്ക് പോയാൽ ഒരു പക്ഷേ ബേസിൽ അതിലങ്ങ് ആകർഷ്ടനാവും, അല്ലെങ്കിൽ ബേസിൽ ഒരു പക്ഷേ RSS പോകുമെന്നാണ് അനിൽ നമ്പ്യാർ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം പറയാം, ഷൂ നക്കുകയും മാപ്പ് എഴുതി കൊടുക്കുകയും ആൾക്കാരുടെ പ്രസംഗം കേട്ടിട്ട് അത്ര ബുദ്ധിയില്ലാത്ത ഒരാളല്ല ബേസിൽ പാറേക്കുടി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അയ്യോ, മതനിരപേക്ഷത, മതേതരത്വം സമ്മതിച്ചിരിക്കുന്നു, ബേസിലെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ പഴയ ക്യാപ്സ്യൂളാണ്, പുതിയ വല്ലതുണ്ടെങ്കിൽ സമ്മതിക്കേണ്ടി വരും. ജിഫ്രിക്കോയെ തങ്ങൾ വിളിക്കും, അപ്പൊ ഇതാ ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ നേതാവ്. ഞങ്ങളാരും ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ പോയി നിന്നുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു MLA വേണമെന്നുള്ള പച്ചയായിട്ടുള്ള ഇത്രയും വലിയ വർഗീയവാദികളുടെ ഒരു പ്രസ്ഥാനമല്ല ഞങ്ങളുടെ പ്രസ്ഥാനം. അത്ര പച്ച ഈ ഗോപാലകൃഷ്ണനും ഈ പറയുന്ന അനിൽ നമ്പ്യാരൊക്കെ സുഹൃത്തുക്കളായതുകൊണ്ട് ഈ മുല്ലപ്പൂമ്പടി എച്ചു കിടക്കും. കല്ലിനും ഉണ്ടാവും സൗരഭ്യം, സ്വാഭാവികം. കല്ലിനും ഉണ്ടാവും സൗരഭ്യം, സ്വാഭാവികം. അല്ല, കല്ലിനും ഉണ്ടാവും സൗരഭ്യം പറഞ്ഞ് ഇവരുടെ വോട്ട് സമാഹരിച്ച് അധികാരത്തിൽ എത്തിയിട്ട് ഇപ്പൊ പറയാണ് മതനിരപേക്ഷ പാർട്ടി, മതേതരത്വം, മണ്ണാങ്കട്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അനിൽ നമ്പ്യാർ, കേരളത്തിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം 3 സമൂഹത്തിൽ നമ്മൾ വെച്ചിട്ട് കേരളത്തിലെ ഭൂരിപക്ഷമാരാണ് ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, ആണല്ലോ? അതെ. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാ? ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് UDF-ന് ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ എത്താൻ സാധിക്കുമോ? എത്താൻ സാധിക്കുമോ? നിങ്ങളുടെ വോട്ട് ബാങ്ക് ഏതാ? ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും മാർക്ക്. നിങ്ങളെ നന്നായിട്ട് പ്രീണിപ്പിച്ചിട്ടുണ്ട് ബേസിലെ. നിങ്ങൾ നന്നായിട്ട് പ്രീണിപ്പിച്ചിട്ടുണ്ട്. 360 ഡിഗ്രിയിൽ വട്ടത്തിലും നിങ്ങൾ പറയുന്നു കേരളത്തിലെ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശ സമരങ്ങളൊക്കെ നടത്തി ഞങ്ങളാണ് ഹിന്ദുക്കളുടെ രക്ഷകരെന്ന് അവകാശപ്പെടുന്ന അനിൽ നമ്പ്യാർ. മൈ ക്വസ്റ്റ്യൻ ഈസ്, തന്റെ അപ്പൂപ്പൻ കുളന്തോണ്ടി കേശു പണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. ഈ പറയുന്ന കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ കൂടെ വോട്ട് ചെയ്തിട്ടല്ലേ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ആ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഇവനെ വിട്ട് കളയരുത്, ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ബേസിലേക്ക് ആളുകാർ സംസാരിക്കാതെ അപ്പൊ അത് സമ്മതിക്കണം, അത് സമ്മതിക്കണം. അത് സമ്മതിച്ചല്ലോ. നീ ഒരു മനുഷ്യനല്ല, പാഠപുസ്തകം.